Dear students, welcome to the class of fluid mechanics. In this class, we will discuss the topics rate of flow or discharge, then continuity equation. First topic, rate of flow or discharge, denoted by the symbol Q. Discharge is defined as the quantity of a fluid flowing per second through a section of a pipe or a channel. For liquids, the rate of flow or discharge is expressed as volume of fluid flowing across the section per second. Discharge എന്ന് വെച്ചാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഒരു സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് അക്രോസ് ദ സെക്ഷൻ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ലിറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനിലൂടെ പെർ സെക്കൻഡിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു പൈപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. A is equal to area cross sectional area of pipe in meter square. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായിരിക്കും? ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് സർക്കുലാർ ആണ് ക്രോസ് സെക്ഷൻ ഉണ്ടാവുക. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ആണ് പറയുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ ഇതിൻ്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് വരും? π/4 × d² വരും. ആ ഏരിയ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ V is equal to average velocity of fluid across the section in meter per second. വെലോസിറ്റി ഈ ഡയറക്ഷനിലെ ഫ്ലോ ഉണ്ടെങ്കിൽ നടക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഞാൻ എടുക്കുന്നു, അവിടുത്തെ ആവറേജ് വെലോസിറ്റിയാണ് V. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, അത് ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി അല്ല. ഈ കേസിൽ എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്നത് ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈ ഒരു പൈപ്പിൻ്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. ആ കോണ്ടാക്റ്റിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്തായിരിക്കും? സീറോ വെലോസിറ്റി ആയിരിക്കും. കാരണം ആ പൈപ്പിൻ്റെ സർഫസ് എന്താണ്? സ്റ്റേഷനറി ആണ്. അതുമായി കോണ്ടാക്റ്റിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. അതിന് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്നാണ് പറയുക. അവിടുന്ന് മുകളിലോട്ട് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നവർ എന്താ സംഭവിക്കുക? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. സെൻറ്ററിലെത്തുന്ന സമയത്തായിരിക്കും അതിൻ്റെ മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. പിന്നെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. മീൻസ് ഈ ഒരു ഡയറക്ഷനിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താണ്? വെലോസിറ്റി സെയിം അല്ല, വേരിയബിൾ ആണ്. 0 മാക്സിമം എത്തും, ദെൻ 0. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയാണ്. അതായത് ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയില്ല ആവറേജ് വെലോസിറ്റിയാണ് V ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു പോയിന്റിലല്ല. ക്രോസ് സെക്ഷനിൽ ഇല്ല ആവറേജ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? Q is equal to A × V. അത് യൂണിറ്റ് എന്തൊക്കെയാണ്? ഏരിയയുടെ യൂണിറ്റ് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും മീറ്റർ² × മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. അതാണ് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏരിയൻ്റെ വെലോസിറ്റി ചെയ്താൽ കിട്ടുന്ന സാധനം എന്താണ്? ഡിസ്ചാർജ് ആണ്. അടുത്ത ടോപ്പിക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആദ്യം അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയും, പിന്നെ 3 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. The equation based on the principle of conservation of mass is called continuity equation. Continuity equation എന്താണ് കൺസർവ് ചെയ്യുന്നത്? മാസ് കൺസർവ്. ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ മാസ് കൺസർവ് ചെയ്യുന്ന ഇക്വേഷൻ്റെ പേര് ഏതാണ്? അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു പൈപ്പ് കാണിച്ചിട്ടുണ്ട്. പൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എന്താണ്? കോൺസ്റ്റൻ്റ് അല്ല. ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്ത് പോകുന്നൊരു പൈപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ല. ഡയറക്ഷൻ ഓഫ് ഫ്ലോ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2 സെക്ഷൻസ്, ആ പൈപ്പ് ലൈനിൽ ഏതെങ്കിലും 2 സെക്ഷൻസ്. ഒരു സെക്ഷൻ എന്താണ്? 1 ആണ്. അടുത്ത സെക്ഷൻ 2 ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ ഈ ഒരു കേസിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എനിക്ക് അങ്ങനെ പറയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് അറ്റ് ഓൾ ദി ക്രോസ് സെക്ഷൻ ദ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഞാൻ ഏത് ക്രോസ് സെക്ഷൻ എടുക്കുന്നത്? 1 എടുക്കുന്നത്, 2 എടുക്കുന്നത്, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ എടുക്കുന്നത്, ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും എന്തായിരിക്കും? എനിക്ക് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. ഇത് സ്റ്റഡി സ്റ്റേറ്റിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് പറയുന്നത്. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഏതൊരു ക്രോസ് സെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കണം, സെയിം വാല്യൂ തന്നെ കിട്ടണം. അതിൻ്റെ ഇക്വേഷൻ ഫോമിൽ ഇനി അങ്ങനെ എഴുതാൻ നോക്കാം. സെക്ഷൻ 1ലെ ആവറേജ് വെലോസിറ്റി, 1 ആവറേജ് വെലോസിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത് V1 ആണ്. അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ1 ആണ്. അതേപോലെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഇനി സെക്ഷൻ 2ൽ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് എന്തായി, V2, ρ2, A2. അത് ഇവിടുത്തെ വെലോസിറ്റി V2, ഡെൻസിറ്റി ρ2, പിന്നെ ഏരിയ എന്ന് പറയുന്നത് A2. ഇനി ഇവിടെയുള്ള മാസ് ഫ്ലോ റേറ്റ്, സെക്ഷൻ 1ലെ മാസ് ഫ്ലോ റേറ്റ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ρ ഇൻറ്റു A ഇൻറ്റു V. അതായത് സെക്ഷൻ 1ൽ വരുന്ന സമയത്ത് ρ1, A1, V1. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, മാസ് ഫ്ലോ റേറ്റിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലേ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. ടൈം ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ പെർ സെക്കൻഡ്, കിലോഗ്രാം പെർ സെക്കൻഡ് ആയിരിക്കും നമ്മൾ അതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ അത് കിട്ടുന്നുണ്ടോ നോക്കാം. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ, മുകളിൽ മീറ്റർ ക്യൂബ് വന്നു, താഴെയിലെ മീറ്റർ ക്യൂബ് കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്തായി, ബാക്കി ആകെ എന്തുണ്ടാവും, കിലോഗ്രാം പെർ സെക്കൻഡ് ഉണ്ടാവും. മീൻസ് എന്താ, നമ്മൾ എഴുതിയിരിക്കുന്നത് എന്ത് തന്നെയാണ്, മാസ് ഫ്ലോ റേറ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല ഏത് ഇക്വേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് വെച്ചിട്ട് കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 2 അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇതിപ്പം 1 എടുക്കാൻ എന്ത് കൊടുക്കണം, ഇനി 2 കൊടുക്കണം, ρ2, A2, V2. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ പറയുന്നത്, ഇവിടെ ഏത് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കണം, അവിടെയില്ലേ മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് സെക്ഷൻ 1ലെ മാസ് ഫ്ലോ റേറ്റും സെക്ഷൻ 2ലെ മാസ് ഫ്ലോ റേറ്റും എന്താണ്, സെയിം ആണ്. നമ്മൾ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ കേസാണ്. ഇനി 3 ഡയമെൻഷണൽ ഡെറിവേഷൻ പോകുന്ന സമയത്ത് എന്താണ്, അൺസ്റ്റഡി ജനറൽ കേസാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുക. ഇത് ജസ്റ്റ് സിമ്പിളാ കൺസെപ്റ്റ് തിരിയാൻ വേണ്ടി പറയുന്നതാണ്. ഒരു ഇക്വേഷൻ അങ്ങനെ ഏതാ, മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 2 ρ1, A1, V1 ഈസ് ഈക്വൽ ടു ρ2, A2, V2. ഈ ഇക്വേഷൻ എന്താണ്, ρ1, A1, V1 ഈസ് ഈക്വൽ ടു ρ2, A2, V2. ഈ ഇക്വേഷൻ ആർക്കൊക്കെ ഉപയോഗിക്കാം, കംപ്രസിബിൾ ഫ്ലൂയിഡിനും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിനും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണിത്. ഇനി കംപ്രസിബിൾ ഫ്ലോ ആണോ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണോ, നമ്മൾ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ നോക്കിയിട്ടാണ് പറയുന്നത്. ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിലോ ഡെൻസിറ്റി സെയിം ആണ്, അതായത് ρ1 ഈസ് ഈക്വൽ ടു ρ2 വരും. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം, ρ1 ρ2 ഈക്വൽ ഇത് ക്യാൻസൽ ചെയ്താൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 അതിൽ വരുന്ന ലിമിറ്റേഷൻസ് അല്ല റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അസംഷൻസ് എന്താണ്, ഇപ്പം കോൺസ്റ്റൻ്റ് ഡെൻസിറ്റിയാണ്, അതേപോലെ സ്റ്റഡി ഫ്ലോ ആണ്, അതുപോലെ ഫ്രിക്ഷണൽ എഫക്റ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അന്നേരം കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഫോമാണ് ഈ പറയുന്നത് A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഇനി കംപ്രസിബിൾ ആണെങ്കിൽ ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2. ഇക്വേഷൻ ഒന്നും കൂടെ മാറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് അതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ഈസ് ഈക്വൽ ടു AV എന്ന് എനിക്ക് എഴുതാം അല്ലേ. കാരണം എന്താ, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ഈസ് ഈക്വൽ ടു AV ഈസ് ഈക്വൽ ടു Q ഡിസ്ചാർജ്. അത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം സ്റ്റഡി ഫ്ലോ ആണ് നടക്കുന്നതെങ്കിൽ. ഇപ്പം ഡിസ്ചാർജും ഒക്കെ കോൺസ്റ്റൻ്റായി. അങ്ങനെ ആവുന്ന സമയത്ത് ഏരിയ ഇൻറ്റു വെലോസിറ്റി, ആ പ്രൊഡക്റ്റാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അതെന്തായിരിക്കണം, കോൺസ്റ്റൻറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്, ഇപ്പം ഏരിയ കൂടുന്നുണ്ടെങ്കിൽ ആര് കുറയണം, വെലോസിറ്റി കുറയണം. എന്നാൽ മാത്രമേ ഇതെന്താവുള്ളൂ, ഇത് ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഏരിയ കൂടുന്ന സമയത്ത് ആര് കുറയണം, വെലോസിറ്റി കുറയണം. ഏരിയ കുറയുന്നുണ്ടെങ്കിലോ വെലോസിറ്റി കൂടണം. ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടുന്ന് ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലോട്ട് പോകുന്ന സമയത്ത് ഏരിയക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്, ഇവിടെ എത്തുന്ന സമയത്ത് ഏരിയ കുറയുന്നു. മീൻസ് എന്തായിരിക്കും, നോർമലി ഏരിയ കുറയുമ്പോൾ ആര് കൂടും, വെലോസിറ്റി കൂടും. ഈ ഇക്വേഷൻ വെച്ചിട്ടാണത് വരുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്ന കേസ് ഉണ്ട് സ്റ്റഡി
ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിലാണ് ഈ പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് നോക്കുന്ന സമയത്തോ, ഇവിടുന്ന് ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റോട്ട് പോകുന്ന സമയത്ത് ഏരിയക്ക് എന്ത് സംഭവിച്ചു? ഏരിയ ഇൻക്രീസ് ചെയ്തു. ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആര് കുറയണം? വെലോസിറ്റി കുറയണം. എന്നാൽ മാത്രമേ ഈ ടേം എന്താവുള്ളൂ? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ. ഈ ഏരിയ കുറയുന്ന സമയത്ത് വെലോസിറ്റി കൂടുന്ന പ്രീവിയസ് ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസ് അതിപ്പം ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ അത് മനസ്സിലാവും. അടുത്തത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻസ്. 3 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവുകയെന്ന് കേട്ടി ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഫോമിലാണ് ഇവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഇൻ്റഗ്രൽ ഫോമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് സിലബസ് പ്രകാരം ഡിഫറൻഷ്യൽ ഫോം മാത്രമേ ഇപ്പം പഠിക്കാനുള്ളൂ. ഒരു എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് dx, പിന്നെ ഈ ഒരു സൈഡ് dz, ഈ ഒരു സൈഡ് dy. ഓക്കെ, dx, ഇത് dy, ഇത് dz. ഞാൻ ആദ്യം കോർഡിനേറ്റ് നോക്കാം. ഇതാണ് എക്സ് കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത്. ഇതെന്താണ്? സെഡ് കോർഡിനേറ്റ് ആണ്. ഇത് വൈ കോർഡിനേറ്റ് ആണ്. എക്സ്, വൈ, ഈ സെഡ് കോർഡിനേറ്റ്. ഇനി എന്താണ്? ആ യു വി ഡബ്ല്യു, എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്താണ്? യു ആണ്. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി വി ആണ്. സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്താണ്? ഡബ്ല്യു ആണ്. ഇനി മാസ്, ഈ ഒരു ഫേസ്, ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഫേസ്, ഈ ഒരു ഡയറക്ഷനിൽ എന്തുണ്ട്? മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ മാസ് ലീവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എലമെൻറ്റിലോട്ട് ഈ ഒരു ഡയറക്ഷനിൽ മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ മാസ് ലീവ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ഇക്വേഷൻസ്, ആ എക്സ് ഡയറക്ഷനിലെ മാസ് ഈ എലമെൻറ്റിലോട്ട് എത്രത്തോളം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇക്വേഷൻസൊക്കെ കണ്ടുപിടിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? സെയിം ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഈ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും സെയിം റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ആ രീതിയിലാണ് അതിൻ്റെ ഡെറിവേഷൻ പോകുന്നത്. ആദ്യം നോക്കാം. ഈ ഒരു ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യും. സിമിലർ റിസൾട്ട് തന്നെയായിരിക്കും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും കിട്ടുന്നുണ്ടാവുക. ആദ്യം എക്സ് ഡയറക്ഷനിൽ കാൽക്കുലേഷൻ നോക്കാം. മാസ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ത്രൂ ദ ഫേസ് എ ബി സി ഡി പെർ സെക്കൻഡ്. ഈ ഒരു എലമെൻറ്റിലോട്ട് ഈ എ ബി സി ഡി, ഈ ഒരു ഫേസിലൂടെ ഈ ഒരു ഡയറക്ഷനിൽ ഈ എലമെൻറ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന മാസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ പറഞ്ഞത്? റോ എ വി ആണ്. ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. റോ ഇൻറ്റു വെലോസിറ്റി. ഇതേതാ ഡയറക്ഷൻ? നമ്മൾ എടുക്കുന്നത് എക്സ് ഡയറക്ഷനാണ്. അന്നേരം ഏത് വെലോസിറ്റി എടുക്കണം? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. അതെന്താണ്? യു ആണ്. റോ ഇൻറ്റു വെലോസിറ്റി എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി ഡി. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഒരു ഡയറക്ഷനിലാണ് വെലോസിറ്റി. ഓക്കെ, അതിന് നോർമലായിട്ടുള്ള ഏരിയ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന സമയത്ത് അതിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന ഏരിയ ഏതാണ്? ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഏരിയ ആണ് അതിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നത്. ആ ഏരിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. വെലോസിറ്റി വരുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ അങ്ങനെ വരും. റോ ഇൻറ്റു യു ഇൻറ്റു ഇതിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? ഡി വൈ ഡി സെഡ് ആണ് വരിക. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു സൈഡ് എത്ര വന്നു? ഡി വൈ വന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഡി വൈ ആണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഹൈറ്റ് എന്താണ്? ഡി സെഡ് ആണ്. അതാണ് ഈ ഒരു ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, ഇത് ഡി വൈ ഇൻറ്റു ഡി സെഡ് ചെയ്താൽ എന്തായി? അതിൻ്റെ ഏരിയ ആയി. ഇനി എന്താ എഴുതുന്നത്? മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ദ ഫേസ് ഇ എഫ് ജി എച്ച് പെർ സെക്കൻഡ്. ഇവിടെ ഈ ഫേസിൽ എൻ്റർ ചെയ്തു. ഇനി ഇ എഫ് ജി എച്ച്, ഈ ഫേസിലൂടെ എന്ത് ചെയ്യുന്നു? ആ മാസ് ലീവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ത് എഴുതാം? റോ യു ഡി വൈ ഡി സെഡ്. അത് എന്താ? ഇവിടെ എൻ്റർ ചെയ്യുന്ന മാസ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ്. ഇത് ഏതിൻ്റെ ബേസിലാണ് എഴുതിയിരിക്കുന്നത്? ടൈലർ സീരീസ് എക്സ്പാൻഷൻ്റെ ബേസിലാണ് എഴുതിയിരിക്കുന്നത്. നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്. ഇവിടെ എൻ്റർ ചെയ്യുന്നത് റോ യു ഡി വൈ ഡി സെഡ് ആണ്. ലീവ് ചെയ്യുന്നത് എന്താണ്? എൻ്റർ ചെയ്യുന്നത് പ്ലസ് പിന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ആ എൻ്റർ ചെയ്യുന്നത് റോ യു ഡി വൈ ഡി സെഡ് ഓവർ ദ ഡിസ്റ്റൻസ് ഡി എക്സ്. ആ രീതിയിൽ എടുക്കുക. അതായത് എൻ്റർ ചെയ്യുന്നത് പ്ലസ് ഇതേതാണ്? എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഓവർ ദ ഡിസ്റ്റൻസ് ഡി എക്സ്. ആ രീതിയിലത് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്തായിരിക്കും?
മാസ് എൻ്ററിങ് ത്രൂ എ ബി സി ഡി പെർ സെക്കൻഡ് മൈനസ് മാസ് ലീവിങ് ത്രൂ ഇ എഫ് ജി എച്ച് പെർ സെക്കൻഡ്. അതങ്ങനെയാണ് വരുന്നത്. ഇവിടെ 10 കിലോഗ്രാം പെർ സെക്കൻഡിൽ എൻ്റർ ചെയ്യുന്നു, ഇവിടെ ഒരു 8 കിലോഗ്രാം പെർ സെക്കൻഡിൽ ലീവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു 2ൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ, അതെന്താണ്? ഈ എലമെൻറ്റിൻ്റെ എക്സ് ഡയറക്ഷനിലെ ഗെയിനാണ്. ആ കൺസെപ്റ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് എൻ്ററിങ് ത്രൂ എ ബി സി ഡി പെർ സെക്കൻഡ് മൈനസ് മാസ് ലീവിങ്. എൻ്ററിങ് മാസ് മൈനസ് ലീവിങ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഗെയിൻ ആയിരിക്കും. ഇനി അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റോ യു ഡി വൈ ഡി സെഡ് മൈനസ് ഈ ടേം. ഓക്കെ, അതാണ് ലീവ് ചെയ്യുന്നത്. അതിനുശേഷം ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതിയാൽ എന്ത് കിട്ടും? റോ യു ഡി വൈ ഡി സെഡ് മൈനസ് പിന്നെ ഈ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി? ഈ ടേമും മൈനസായി ഇൻറ്റു ഡി എക്സ്. ഇനി ആര് ക്യാൻസൽ ചെയ്യുക? ഇത് രണ്ടും സെയിം ടേമാണ്, ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തായില്ലേ? മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ്. ഈ ഡി വൈ ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് ആ എലമെൻറ്റിൻ്റെ സൈഡ്സ് ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെന്ത് ചെയ്യുക? ഇവിടത്തിൽ നിന്ന് പുറത്തെടുക്കുക. ഈ ഡിഫറൻഷിയേഷൻ്റെ ഈ ടേമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുക. ബാക്കി എന്തായാലും മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഈ ടേമിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷനാണ്. ഇനി ഗെയിൻ ഓഫ് മാസ് ഇൻ എക്സ് ഡയറക്ഷൻ, ഇനി ആദ്യം വൈ ഡയറക്ഷൻ ഇതേ കണക്കിന് എഴുതി കണ്ടുപിടിക്കണം എന്നില്ല. ഇതിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എന്താണ്? മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി. വി ആണ് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. സിമിലർലി സെഡ് ഡയറക്ഷനിൽ അങ്ങനെ ഇതാ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഡബ്ല്യു എന്ന് വെച്ചാൽ സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി. ഇപ്പം എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിലെ ഗെയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഗെയിൻ എന്തായിരിക്കും? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൂന്നും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഡി എക്സ് ഡി വൈ ഡി സെഡ് കോമൺ ആണ്. അതിനെ പുറത്തേക്ക് എടുത്തു. എന്താണ്? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ്. ഇനി ഈ എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ ഉള്ളിൽ അകത്തുള്ള മാസ്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് അങ്ങനെ എഴുതാം. മാസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ എലമെൻറ്റ്, ഈ എലമെൻറ്റിൽ ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ മാസ്, അതിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. ഡെൻസിറ്റി റോ ആണ്, ഇതിൻ്റെ വോളിയം എന്ത് വരും? ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് ചെയ്താൽ എന്തായി? അതിൻ്റെ വോളിയമായി. ഇനി ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് വിത്തിൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ്, ഈ എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് എന്തായിരിക്കും? എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് ഡോ ബൈ ഡോ ടി ഓഫ് ഈ ടേം ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻ്റാണ് കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ എലമെൻ്റാണ് കിട്ടുന്നുണ്ടാവുക. അതിൽ എഴുതി ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എഴുതി. ഈ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അന്നേരം എന്തായിരിക്കും? അത് നമുക്കതിൽ നിന്ന് പുറത്തെടുക്കാം. ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ദ ടോട്ടൽ ഗെയിൻ ഇൻ മാസ് ഈക്വൽസ് ടു ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഇൻ ദി ഫ്ലൂയിഡ് എലമെൻറ്റ്. നമ്മളിപ്പോൾ 2 ഇക്വേഷൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? ഇതിലോട്ടുള്ള നെറ്റ് ഗെയിൻ. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഇതിൽ ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ്. അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? മാസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നോ ഡിസ്ട്രോയ് ചെയ്യുന്നോ ഇല്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടത്തോട്ടുള്ള ഗെയിൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ ടൈം റേറ്റ് ഓഫ് ഇൻക്രീസ് തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം അതെന്താ? കൺസർവേഷൻ ഓഫ് മാസ് ആണ്. മാസ് അവിടെ ആ എലമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. അതിൻ്റെ മീനിങ് എന്താ? അവിടത്തോട്ടുള്ള ഗെയിൻ എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് സെയിം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 ഉം 2 ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക? ഡി എക്സ് ഡി വൈ ഡി സെഡ് ക്യാൻസൽ ചെയ്യുന്നു. ഇനി എന്ത് കിട്ടും?
ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഏതാ കോർഡിനേറ്റ് സിസ്റ്റം? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് ജനറൽ ഫോം. ഇതെല്ലാ കേസിനും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. ഇത് എവിടേക്ക് അപ്ലൈ ചെയ്യുക? സ്റ്റഡി ഫ്ലോന് അപ്ലൈ ചെയ്യുക, അൺസ്റ്റഡി ഫ്ലോന് അപ്ലൈ ചെയ്യുക, യൂണിഫോം നോൺ യൂണിഫോം ഫ്ലോന് അപ്ലൈ ചെയ്യുക, കംപ്രസിബിൾ ഇൻകംപ്രസിബിൾ ഏത് വേണമെങ്കിലും എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു ഫ്ലോ പോസിബിൾ ആവുള്ളൂ. ഇനി ഇത് സ്റ്റഡി ഫ്ലോ ആണെങ്കിലോ? സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈം ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടീസ്. ആര് 0 ആവും? ഡോ റോ ബൈ ഡോ ടി 0 ആവും അല്ലേ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ പിന്നെ എന്താ ബാക്കിയില്ലേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ആ ജനറൽ ഇക്വേഷൻ നമുക്കെന്താ ഓരോരോ കേസിലോട്ട് മാറ്റി എഴുതാൻ പഠിച്ചിരിക്കണം. അതിന് ആദ്യം അറിഞ്ഞിരിക്കണം ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നും മാത്തമാറ്റിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്റ്റഡി ആവുന്ന സമയത്ത് അൺസ്റ്റഡി ആവുന്ന സമയത്ത്. അതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റഡി പ്ലസ് എന്തായി? ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലോ ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ഇവിടുന്നും പുറത്തെടുത്തു, ഇവിടുന്നും പുറത്തെടുത്തു, ഇവിടുന്നും പുറത്തെടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? എല്ലാത്തിലും കോമൺ ആയിട്ടില്ലേ, നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. റൈറ്റ് സൈഡിൽ 0 ആണ്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ബാക്കി എന്തായില്ലേ? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. ഇതാണ് 3 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഫ്ലോ പ്രാക്ടിക്കലി ഫിസിക്കലി പോസിബിൾ ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് നോക്കിയാൽ മതി? ആ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആ ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പം 3 ഡയമെൻഷണൽ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോനെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് 2 ഡയമെൻഷണൽ ആവുന്നു. 2 ഡയമെൻഷണൽ വെച്ചാൽ ആര് നോർമലി പോവും? ഈ സെറ്റ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി അതായത് ഡബ്ല്യു എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. ഇൻകംപ്രസിബിൾ ആൻഡ് സ്റ്റഡി 2 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷനാണ് പറയുന്നത്. ഇനി 1 ഡയമെൻഷണൽ ആവുന്ന സമയത്തോ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ 1 ഡയമെൻഷണൽ ഫ്ലോ ടേക്സ് ദ ഫോം ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 0. ആരും കൂടെ 0 1 ഡയമെൻഷണൽ ആവുന്ന സമയത്ത് ഇതിൽ 1 ഡയമെൻഷണൽ ആവുന്ന സമയത്ത് പറഞ്ഞാൽ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി മാത്രമേ ഇവിടെ വരുന്നുണ്ടാവുള്ളൂ. വൈ കമ്പോണൻറ്റും സെഡ് കമ്പോണൻറ്റും 0 ആയി പോകും. ഇനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫോർ ഫിസിക്കലി പോസിബിൾ ഫ്ലോ ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഒരു ഫിസിക്കലി പോസിബിളായ ഒരു ഫ്ലോ അതെന്ത് എപ്പോഴും ഒബേ ചെയ്യുന്നുണ്ടാവും? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എപ്പോഴും ഒബേ ചെയ്യുന്നുണ്ടാവും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഒരു ഫ്ലോ എന്താണ്? പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ഒരു വെലോസിറ്റി ഫീൽഡ് തന്നിട്ട് ഇത് ഫിസിക്കലി പോസിബിളായ ഒരു ഫ്ലോ ആണോ, ഫ്ലോ ഫീൽഡ് ആണോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആ തന്നിരിക്കുന്ന വെലോസിറ്റി വെക്ടർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ആ ഫ്ലോ ഫീൽഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? പോസിബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ്? ജസ്റ്റ് ആ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ റാൻഡം നമ്പേഴ്സ് മാത്രമാണത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ഫ്ലോ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. എന്താ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്ലോ പോസിബിൾ ആവുന്നുള്ളൂ.